ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൃപയും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളായി നല്ല മനുഷ്യരായി നല്ലവരായി ജീവിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യത്തിൽ ഈ പ്രവാസികൾ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സൗദി അറേബ്യയിൽ സ്വദേശീവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സെക്ഷനുകളിൽ അല്ലെങ്കിൽ ഓരോ ഭാഗത്ത് സൗദി വംശജരെ മാത്രം നിയമിക്കുകയും വിദേശികളായ തൊഴിലാളികളെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് തടയുകയുമാണ്. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സൗദി ഗവൺമെൻറ് തന്നെ ഇവിടെയുള്ള മന്ത്രിമാർക്കൊക്കെ അവരുടെ ശമ്പളത്തിൻ്റെ 20% കുറച്ചു. ഇവിടെയുള്ള ഷൂറ കൗൺസിൽ, നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റ് നിയമസഭ എന്നൊക്കെ പറയുന്ന പോലെ സൗദി അറേബ്യയിൽ ഷൂറ കൗൺസിലാണ്. അതിലൊക്കെയുള്ള അംഗങ്ങളുടെ 15% ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. വർഷം തോറുമുള്ള ഇൻക്രിമെൻറ്റ് അത് കുറച്ചിരിക്കുകയാണ്, ലീവുകൾ കുറച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ പല നിയമങ്ങളും ഈ രാജ്യത്ത് വരാൻ വേണ്ടി പോകുന്നു. ആ നിയമങ്ങളൊക്കെ ഇവിടെയുള്ള പ്രവാസികളെ, ഇന്ത്യക്കാർ, അതുപോലെ ശ്രീലങ്ക, ബംഗ്ലാദേശ് പോലുള്ള പാകിസ്ഥാൻ അടക്കമുള്ള എല്ലാ വിദേശ രാജ്യങ്ങളെയും അവിടെ നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികളെയും ബാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. നമുക്കറിയാം, ഇപ്പോൾ നാട്ടിലേക്ക് ലീവിന് പോകുകയാണെങ്കിൽ 6 മാസത്തിന് പോകുകയാണെങ്കിൽ 600 റിയാൽ, 200 റിയാലായിരുന്നു, പക്ഷേ അത് 600 റിയാലാകാണ്. അതുപോലെ ഉംറ, ഹജ്ജ്, വിസിറ്റിംഗ് പോലുള്ള വിസകൾക്കൊക്കെ 2000 റിയാൽ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളാരാ? സത്യവിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, മുസ്ലിങ്ങളാണ്. പരിശുദ്ധ ഖുർആനും
മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുമൊക്കെ മുറുകെ പിടിക്കേണ്ടുന്ന ആളുകളാണ്. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രയാസങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അഭിവൃദ്ധിയും സുഭിക്ഷതയും ഒക്കെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ഭക്ഷിക്കാനും വസ്ത്രം ധരിക്കാനും വാഹനം, അതുപോലെ സ്വത്ത്, സമ്പത്ത്, ഇതൊക്കെ അള്ളാഹു തആല ചിലപ്പോൾ തന്നേക്കാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നോ, അതായത് മനുഷ്യർക്ക് പൊതുവെ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആകാംക്ഷയും ഉത്കണ്ഠയൊക്കെയാണ്. ഒന്ന്, നമ്മുടെ റിസ്ക് അത് തടയപ്പെടുമോ? നമുക്ക് കിട്ടുന്ന ശമ്പളം, നമുക്ക് കിട്ടുന്ന വരുമാനം, നമുക്ക് കിട്ടുന്ന നമ്മുടെ ജോലി, ഇതൊക്കെ ഇല്ലാതാകുമോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്, ഉണ്ടാകാം. ലോകത്ത് ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരുടെ ഈ അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മരണം പെട്ടെന്ന് വരുമോ എന്നൊക്കെയുള്ള ചിന്ത ആളുകൾക്കുണ്ടായേക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യവും റബ്ബുൽ ഇസ്സത്തിൻ്റെ അടുക്കലാണ്. നമ്മളെ എന്തിനാണ് ഈ ദുനിയാവിലേക്ക് റബ്ബ് പഠിച്ചു വിട്ടത്? എന്തിനാണ് ഈ ദുനിയാവിലേക്ക് നമ്മെ ജന്മം തന്ന് നടക്കാനും ഇരിക്കാനും ഓടാനൊക്കെ ഉള്ള കഴിവ് തന്ന് ആരോഗ്യം തന്ന് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയാ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ മനുഷ്യരെ ജിന്നുകളെയൊക്കെ സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയാകുന്നു. അപ്പോൾ ദുനിയാവിൽ നമ്മളെ പടച്ചു വിട്ടിട്ടുള്ളത് നമ്മൾ അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ആഖിറത്തിലെ വിജയം നേടുക എന്നുള്ളതാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. പക്ഷേ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? ആളുകൾ ഈ ദുനിയാവിൽ അവർക്ക് ആരോഗ്യമുണ്ട്, അവർക്ക് യുവത്വമുണ്ട്, അവർക്ക് അധ്വാനിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അവർ കൂടുതൽ സമ്പാദിക്കണം, അവർ കൂടുതൽ സ്വത്തുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിനെ മറന്ന്, ആഖിറത്തിനെ മറന്ന്, ഖബറിനെ മറന്ന്, മരണം എന്നുള്ള സംഗതിയെ, സത്യത്തെ മറന്നുകൊണ്ട് അവർ ഈ സമ്പത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് പാടുള്ളതല്ല. നമ്മൾക്ക് എന്ത് വേണം? നമുക്ക് ജീവിക്കാൻ ഇവിടെ സമ്പത്ത് വേണം. ഇപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ലോകത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് വേവലാതി ഉണ്ടാകും. പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലാക്കണം, എൻ്റെ റബ്ബെന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ റബ്ബ്? അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒരു നാമം എന്താണെന്നറിയുമോ? ഒരു പേരെന്താ? അർ-റസ്സാഖ്, റിസ്ക് നൽകുന്നവൻ എന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ദുനിയാവിൽ എത്ര അധ്വാനിച്ചാലും, എവിടെ പോയി അധ്വാനിച്ചാലും, ഒരാൾ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് വന്നു, ഇവിടെ ജോലിയൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് വിസ ക്യാൻസൽ ചെയ്ത് മലേഷ്യയിലോ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ UAE-യിലോ ഖത്തറിലോ കുവൈത്തിലോ പോയി എന്ന് വിചാരിക്കുക. എന്നാലും അയാൾക്ക് എന്തേ ലഭിക്കൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ച, രേഖപ്പെടുത്തിയിട്ടുള്ള, വിധിച്ച, ഖളാ ചെയ്ത ആ കാര്യം മാത്രമേ ലഭിക്കുള്ളൂ. എന്താണോ അല്ലാഹു തആല അവന് വിധിച്ചിട്ടുള്ളത് അത് മാത്രമേ ലഭിക്കുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അധ്വാനിക്കണം, നമ്മൾ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ അറിയോ? ജീവിതത്തിൽ കുറച്ച് പണമൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശമ്പളം അല്ലെങ്കിൽ ജോലി, ഇതൊക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, എൻ്റെ റബ്ബ് എന്നെ അവഗണിച്ചു, എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചു, എൻ്റെ റബ്ബ് എന്നെ കൈവിട്ടു എന്നുള്ള ചിന്തയാണ്. അത് പാടുള്ളതല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വൽ ഫജ്ർ എന്ന് പറയുന്ന അധ്യായം ഉണ്ടല്ലോ, സൂറത്തുൽ ഫജ്ർ, അതിൽ പറയുന്നുണ്ട്, ഫഅമ്മൽ ഇൻസാനു
ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാനൻ. അതിൽ പറയാണ് ഫഅമ്മൽ ഇൻസാൻ. ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയങ്ങൾ, അവര് അല്ലാഹു തആല ഇദാ മബ്തല, അവനെ പരീക്ഷിക്കുക. എങ്ങനെ പരീക്ഷിക്കണത്? രോഗം കൊടുത്തുകൊണ്ടല്ല, അവന് ജോലി നഷ്ടപ്പെടുത്തിയിട്ടല്ല, അവൻ്റെ കച്ചവടം നഷ്ടപ്പെടുത്തിയിട്ടല്ല, അവന് മക്കൾക്ക് കൊടുക്കാതിരുന്നു കൊണ്ടല്ല, അല്ലെങ്കിൽ മക്കൾക്ക് അസുഖം ഉണ്ടായിക്കൊണ്ടല്ല. മറിച്ച് എങ്ങനെയാണ് അവനെ പരീക്ഷിക്കുന്നത്? അവന് സമ്പത്ത് കൊടുത്തു, സ്വത്ത് കൊടുത്തു, ഒരുപാട് സ്വത്തുക്കളുണ്ട്. ഫഅക്രമഹു വനഅമ, നിഅമത്തുകൾ കൊടുത്തു, അവനെ ആദരിച്ചു. അപ്പോൾ അവന് പറയാണെന്ത്? എൻ്റെ റബ്ബനെ ഫയഖൂലു റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, എൻ്റെ റബ്ബ് എനിക്ക് നല്ലോ തന്നിട്ടുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ അതേ മനുഷ്യന്, അതേ ജനങ്ങൾ ആ ജീവിതത്തിൽ, ജോലിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം നേരിട്ടാലോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയാ, ഫഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാനൻ. അവൻ്റെ റിസ്ക്കിന് അല്പം പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ പറയാ, എൻ്റെ റബ്ബനെ അപമാനിച്ചിരിക്കുന്നു, അഹാനൻ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എൻ്റെ റബ്ബ്, സത്യത്തിൽ റബ്ബ് അവനെ നിന്ദിക്കല്ല, മറിച്ച് അല്ലാഹു തആല ഒരു പരീക്ഷണം നടത്തുക. ആ പരീക്ഷണത്തിൽ അവൻ എന്താ ചെയ്യേണ്ടത്? അവന് ക്ഷമിക്കണം, സഹിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പരീക്ഷിക്കും. അമ്പിയാക്കളുടെ ചരിത്രം നോക്കിയാൽ അവരൊക്കെ എത്രയോ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, മക്കളുടെ കാര്യത്തിലാകട്ടെ, ഭാര്യയുടെ കാര്യത്തിലാകട്ടെ, ഇതൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയുള്ള പായയിലാണ് കടന്നുറങ്ങിയിരുന്നത്? നമ്മളൊക്കെ നല്ല ബെഡ്, നല്ല കട്ടിൽ, അതിൻ്റെ മുകളിൽ ബെഡ്, നല്ല വിരിപ്പ്, ശീതീകരിച്ച AC ഉള്ള റൂം, അങ്ങനെയൊക്കെ ഉറങ്ങുന്ന ആയിരിക്കാം. പക്ഷേ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിൻ്റെ നേതാവ്, ആ മഹാനവറുകൾ എങ്ങനെയാ ഉറങ്ങിയിരുന്നത്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബികൾ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ആളുകൾ കടന്നില്ല. അപ്പോൾ റസൂലുള്ള എവിടെയാണ് കിടന്നുറങ്ങുന്നത് അറിയോ? ഈത്തപ്പനയുടെ ഓലകളുണ്ടല്ലോ, അതിൻ്റെ പട്ട, അതിൽ കിടന്നുകൊണ്ടാ റസൂല് ഉറങ്ങുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ പ്രവാചകൻ്റെ മുതുകത്ത് ആ ഓലയുടെ കടുത്ത പാടുകൾ ഉണ്ടായിരുന്നു, കടന്ന പാടുകൾ, പരുക്കനായ പാടുകൾ. അത് കണ്ടപ്പോൾ സ്വഹാബികൾക്ക് മനസ്സിൽ സങ്കടമുണ്ടായി, വേദനയുണ്ടായി. റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ അങ്ങേക്ക് നല്ല വിരിപ്പ് കൊണ്ടുവരട്ടെ, കിടക്കാൻ പ്രയാസമില്ലാത്ത സുഖകരമായിട്ടുള്ള വിരിപ്പ് സംഘടിപ്പിക്കട്ടെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഈ ദുനിയാവിൽ അങ്ങനെയുള്ള സുഖ സൗകര്യങ്ങൾ എന്തിനാണ്? ഈ ദുനിയാവിൽ എനിക്ക് എന്താണ് അവകാശമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അത്ര വലിയ സുഖങ്ങളും ഐശ്വര്യങ്ങളൊന്നും അനുഭവിക്കാനുള്ള ഒരു ലോകമല്ല ഈ ദുനിയാവ്. മറിച്ച് ഇതെന്താ? ആഖിറത്തിലേക്കുള്ള, പരലോകത്തിലേക്കുള്ള ഒരു കൃഷിസ്ഥലമാണ്, ഒരു പരീക്ഷാ കേന്ദ്രമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ആൻസർ ചെയ്യണം. ഇവിടെ നന്നായി നമ്മൾ കൃഷി ചെയ്യണം, ഇവിടെ നന്നായി അധ്വാനിക്കണം. എങ്ങനെ അധ്വാനിക്കണം? അമലു സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ വിഷമുണ്ടാകും, ദുഃഖമുണ്ടാകും, റബ്ബിനോട് നമ്മൾ പറയണം, റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തആല ഒരു ഹദീസിൽ കാണാം, വിശുദ്ധ ഖുർആനിൽ തന്നെ നിരവധിയായി വന്നിട്ടുള്ളൊരു കാര്യം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്ത് എന്താ പറയുന്നത്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. അല്ലാഹു തആല പറയാ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർള്, ഈ ഭൂമുഖത്ത് എന്ന് പറയുമ്പോൾ
നഗരങ്ങളും വലിയ വലിയ പട്ടണങ്ങളും മാത്രമല്ല, ബോംബെ, ഡൽഹി, കൽക്കട്ട, ചെന്നൈ പോലെയുള്ള വൻ മെട്രോപൊളിറ്റൻ സിറ്റികളല്ല. അതുമാത്രമല്ല, മറിച്ച് വനങ്ങൾ, പർവ്വതങ്ങൾ, മലകൾ, ഇങ്ങനെ എന്തൊക്കെ ഈ ഭൂമുഖത്തുണ്ടോ അതിന് ആ ഭൂമുഖത്തുള്ള എല്ലാവിധ ജന്തുജാലങ്ങളും ജീവികൾ, അതിനൊക്കെ വമാമിൻ ദാബത്തിൻ, ദാബത്ത് പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ ജന്തുക്കളും പെടും. അങ്ങനെയുള്ള മൃഗങ്ങളുണ്ടല്ലോ, ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അവക്കൊക്കെ റിസ്ക് നൽകൽ ആരുടെ ബാധ്യതയാണ്? അള്ളാഹിൻ്റെ ബാധ്യത. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, അത് വലിയ മൃഗങ്ങളാകട്ടെ, ഇഴഞ്ഞു പോകുന്ന ചെറിയ ജീവികളാകട്ടെ, അവക്കൊക്കെ അല്ലാഹു തആല റിസ്ക് നൽകും. ആ റിസ്ക് നൽകൽ ആരുടെ കടമയാണ്? അള്ളാഹുവിൻ്റെ കടമയാണ്. ഇതെവിടെ പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ പറയാം, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ആ മനുഷ്യരുടെ, ആ ജന്തുജാലങ്ങളുടെ, എല്ലാ ജീവജാലങ്ങളുടെയും താമസ സ്ഥലത്തെക്കുറിച്ച്, അവരുടെ രഹസ്യ സങ്കേതങ്ങളെക്കുറിച്ച് അല്ലാഹു തആല കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായി അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ അടുത്ത് കിതാബിലതുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ റിസ്ക് അള്ളാഹിൻ്റെ അടുത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? മരണത്തെ ഭയന്ന്, മരണത്തേക്ക് മറന്നു. മരിക്കുമെന്നുള്ള ചിന്തല്ല, എങ്ങനെയും വാരിക്കൂട്ടാം, എങ്ങനെയും സമ്പാദിക്കാം, അതിന് കൊള്ളയാകാം, പിന്നെ അഴിമതിയാകാം, അതുപോലെ പലിശയാകാം, എന്ത് തോന്നിവാസമാകാം. അങ്ങനെ മറ്റുള്ള ആളുകളെ കൊന്നുകൊണ്ട്, മറ്റുള്ള ആളുകളുടെ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ സമ്പാദിക്കുക ആളുകൾ. മരണത്തെ മറന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു കാലഘട്ടം വരും, ഒരു കാലം വരും. എന്താണ് ആ കാലത്തിൻ്റെ പ്രത്യേകത? അന്ന് ജനങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ മേൽ കടന്നു കയറും. ഏതുപോലെ? അൻ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂഷികുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അഖ്ലതു ഇലാ ഖസ്അതിഹാ. അതായത് വിശപ്പുള്ള ആളുകളുണ്ടല്ലോ, അവർ ഈ ഭക്ഷണത്തിൻ്റെ ആ ഭക്ഷണപാത്രത്തിലേക്ക് വിശപ്പുള്ള ആളുകൾ ധൃതിപ്പെട്ടു പോകുന്നത് പോലെ മറ്റുള്ള ഉമ്മത്തുകൾ, മറ്റുള്ള സമുദായങ്ങളെ, മുസ്ലിം ഉമ്മത്തിൻ്റെ മേൽ കുതിര കയറുന്ന ഒരു കാലഘട്ടം വരും. മുസ്ലിം സമുദായത്തിൻ്റെ മേലെ അവർ കടന്നു വരും. ഏതുപോലെ? ഒരു ഭക്ഷണ പാത്രത്തിലേക്ക് ആളുകൾ, ഇങ്ങനെ വിശക്കുന്ന ആളുകൾ ധൃതിപ്പെട്ട് വരുന്നത് പോലെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഫഖാല ഖായിലുൻ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ആ കാലത്ത് മുസ്ലിങ്ങൾ അല്പം അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രമായതുകൊണ്ടാണോ എല്ലാ സമുദായങ്ങളും ഈ മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറാൻ വരുന്നത്? അപ്പോൾ ഖാല ബൽ അൻതും യൗമഇദിൻ കസീർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അല്ല, ആ കാലഘട്ടത്തിൽ നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാകുന്ന, അന്ന് മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? ധാരാളം ഉണ്ടാകും. ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. പക്ഷേ മറ്റുള്ള സമുദായക്കാരൊക്കെ ഈ മുസ്ലിങ്ങളുടെ മേൽ അതിക്രമിച്ച് കയറുക, അവൻ്റെ കഴുത്തിൽ കയറുകയാണ്, അവൻ്റെ പിരടിക്ക് പിടിക്കുക. എന്തുകൊണ്ടാ? വലാക്കിന്നക്കും, ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ വലാക്കിന്നക്കും, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം, വലാക്കിന്നക്കും ഗുസാഉൻ കഗുസാഇസ് സൈൽ. അന്ന് നിങ്ങൾ മുസ്ലിങ്ങൾ ഏതുപോലെയായിരിക്കും? മഴ പെയ്താൽ എന്ത് ചെയ്യും? ഒലിച്ചു വരുന്ന ആ മഴ വെള്ളപ്പാച്ചിലിൽ കിടക്കുന്ന ചപ്പുകളും ചണ്ടികളും പോലെ വളരെ മോശപ്പെട്ട ആളുകളായിരിക്കും ആ കാലത്തെ മുസ്ലിങ്ങൾ എന്ന പേരുണ്ടാവും. മതം ഏതാന്ന് ചോദിച്ചാൽ മുസ്ലിം. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ എല്ലാവിധ അക്രമങ്ങളും തോന്നിവാസങ്ങളും ഷിർക്കും പലിശയും യതീമുകളുടെ സമ്പത്ത് ഭക്ഷിക്കലും എല്ലാവിധ ഹറാമുകളും ഉണ്ടാകും. അതാണ് വലാകിന്നക്കും
ഗുസാഉൻ കഗുസാഇ സൈൽ, മഴവെള്ളപ്പാച്ചിൽ, ഓടകളിലൂടെ വേസ്റ്റ് പോകുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതിലെ ചപ്പ് ചവറുകൾക്ക് തുല്യമായിരിക്കും ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ എന്നാണ്. എന്നിട്ട് പറയാ വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും, നിങ്ങളെ സംബന്ധിച്ച് ശത്രുക്കളുടെ മനസ്സിൽ ഭയമുണ്ടായിരുന്നു, ആ ഭയം അല്ലാഹു ഊരിയെടുത്തിട്ടുണ്ട്. വലയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ മനസ്സിലാകട്ടെ അല്ലാഹു തആല ദുർബലത നിക്ഷേപിക്കും. നമ്മുടെ എല്ലാ മുസ്ലിങ്ങളും ഒരു ദുർബലന്മാർ, അവര് ഒന്നിനും കൊള്ളൂല, ആ ഒരു അവസ്ഥ ഉണ്ടാക്കും എന്നുള്ളതാ. ഫഖാല ഖായിലുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വമൽ വഹൻ, എന്താണ് ആ ദുർബലത, എന്താണ് മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ അല്ലാഹു ഇട്ടേക്കുന്ന കാര്യം? ഖാല ഹുബ്ബുദ് ദുനിയാ, അവർ ദുനിയാവിനെ അധികമായി പ്രേമിക്കുന്നു. ദുനിയാവിനോട് വല്ലാത്ത ഇഷ്ടമാണ് ആളുകൾക്ക്. അതാണൊന്ന്, അതാണ് നമ്മുടെ പോരായ്മ, നമ്മുടെ ന്യൂനത, അവസാന കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളുടെ ന്യൂനത. അവർ ദുനിയാവിനെ വല്ലാതെ പ്രേമിക്കുന്നു എന്നുള്ളതാ. 2 വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുന്നു. മരണം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മൾ മരിക്കും, ഇപ്പം മരിക്കൂല എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് ആളുകൾക്കുള്ളത്, മരണത്തെക്കുറിച്ചുള്ള വെറുപ്പ്. അപ്പോൾ ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നമ്മുടെ മനസ്സ് ദുർബലമായിരിക്കുന്നു. എന്തുകൊണ്ട്? ദുനിയാവിനോടുള്ള പ്രേമം മരണത്തെ വെറുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ റിസ്ക്, ഓരോ നേരം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കും, ഓരോ മാസം നമ്മൾക്ക് എന്ത് വരുമാനം ലഭിക്കും, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കും, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി കണിശമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ അവധി എന്ന് മരിക്കും, എത്ര വയസ്സ് വരെ ജീവിക്കും, എന്ന് മരിക്കും, എവിടെ വെച്ച് മരണപ്പെടും, ഏത് നിമിഷത്തിൽ നമ്മൾ അന്ത്യശ്വാസം വലിക്കും, ഇതൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും നമുക്കില്ല. നിങ്ങൾ നോക്കൂ, ഫഖളിയത്തുർ റിസ്ഖ് മിൻ ഹൈസുൽ ഈമാൻ ബിഹി ജുസുഉം മുഹിമ്മുൻ മിനൽ ഇഅ്തിഖാദി ഫില്ലാഹി തആല. നിങ്ങൾ നോക്കൂ, അതായത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവൻ നമുക്ക് റിസ്ക് കൃത്യമായി വിധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് നിങ്ങൾ നോക്കൂ, ഫല്ലാഹു സുബ്ഹാനഹു തആല തകഫല ലിൽ ഖൽഖി ബിർറിസ്ഖി മഹ്മാ കാനു വഅയ്നമാ കാനു. ആരായിരുന്നാലും, ഇപ്പം മുസ്ലിങ്ങൾ മാത്രമല്ല ആരായിരുന്നാലും, ഇവിടെ പറയാണ് കാനു മുസ്ലിമീൻ ഔ കാഫിരീൻ, മുസ്ലിങ്ങളാകട്ടെ അവിശ്വാസികളാകട്ടെ, കിബാറൻ ഔ സിഗാറൻ, വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, റിജാലൻ ഔ നിസാ, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, ഇൻസൻ വജിന്നൻ, മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ, ത്വയ്റൻ ഔ ഹയവാനൻ, പക്ഷിയാകട്ടെ മൃഗങ്ങളാകട്ടെ, ഖവിയൻ വലഈഫൻ, ദുർബലനാകട്ടെ ശക്തവാനാകട്ടെ, അലീമൻ വഹഖീറൻ, വളരെ പാവപ്പെട്ടവനോ പാർശ്വവൽക്കരിക്കപ്പെട്ടവനോ, അതല്ല മഹാനാകട്ടെ, വലിയ പേര് അറിയപ്പെടുന്ന ആളാകട്ടെ, പ്രശസ്തനാകട്ടെ, ആരുമാകട്ടെ, എല്ലാവരുടെയും റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രിയമുള്ളവരെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, അൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല ഹദ്ദസനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സ്വാദിഖുൽ മസ്ദൂഖ് ഖാല ഇന്ന അഹദകും യുജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ. എന്താ പറയുന്നറിയോ? ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദ്ദസനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് ഒരിക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറയുന്നത്? ഖാല ഇന്ന അഹദകും യുജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ. നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും അവരുടെ മാതാവിൻ്റെ, അവരുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 40 ദിവസമായി തീരുമ്പോൾ, നമ്മുടെ ആ ഗർഭസ്ഥ ശിശു
അത് 40 ദിവസമാകുമ്പോൾ സുമ്മയക്കൂനു അലഖതൻ, പിന്നീട് 40 ദിവസമായിട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും? ആ 40 ദിവസമായിട്ട് പിന്നീട് അത് സുമ്മയക്കൂനു അലഖതൻ മിസ്ല ദാലിക്, ഒരുതരം മാംസപിണ്ഡമാകും, ഒരു മാംസത്തിൻ്റെ കഷ്ണം ആയി മാറും. സുമ്മയക്കൂനു മുൽഗതൻ മിസ്ല ദാലിക്, പിന്നീട് അതൊരു എന്ത് ചെയ്യും? അതൊരു ഒട്ടിപ്പിടിച്ച സംഭവമായി മാറും. എന്നിട്ട് പറയാ സുമ്മ യബഅസുല്ലാഹു മലക്കൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ യബഅസുല്ലാഹു മലക്കൻ, ഒരു മലക്കിനെ നിയോഗിക്കും. നമ്മളൊക്കെ ഉമ്മയുടെ വയറ്റിലാകുമ്പോഴേ ഫയുഉമറു ബി അർബഇ കലിമാത്ത്, 4 കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കും. എന്താ മലക്കിനോട് പറയുന്നത്? 4 കാര്യങ്ങൾ കൊണ്ടാണ് കൽപ്പിക്കുന്നത്. ഒന്ന് ബിരിസ്ഖിഹി, ഒന്ന് അവൻ്റെ റിസ്ക്. നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ഗർഭത്തിലായിരിക്കെ നമ്മുടെ റിസ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസാ പ്രിയമുള്ളവരെ. അപ്പോൾ അന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ സൗദിയിൽ വരുമെന്നും ഇത്ര കൊല്ലം ഇവിടെ നിൽക്കുമെന്നും. ചില ആളുകൾ ചോദിക്കല്ലേ, 15 കൊല്ലം ഇനിയും പോകുന്നില്ലേ, 20 കൊല്ലം ഇനിയും നാട്ടിൽ പോകുന്നില്ലേ? ഇതൊക്കെ അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ പറയാ ബിരിസ്ഖിഹി വ അജലിഹി, അവൻ്റെ റിസ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ അജലിഹി, അവൻ്റെ ആയുസ്. നമ്മൾ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല, ഈ ഭൂമി കണ്ടിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ എന്നാണ് മരണപ്പെടുക, എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വശഖയ്യുൻ, ആരൊക്കെയാണ് നിർഭാഗ്യവാൻ, ഭാഗ്യമില്ലാത്തവൻ എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഔ സഈദിൻ, ആരൊക്കെയാണ് ഭാഗ്യമുള്ളവർ, സൗഭാഗ്യവാന്മാർ ആരൊക്കെയാണ് എന്ന് അന്ന് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതേ സംഭവം തന്നെ ഒരു ഹദീസിൽ കാണാം. അന്നൽ മലക യസ്അലുല്ലാഹ അസ്സ വജൽ, ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിനോട് മലായിക്കത്ത് ചോദിക്കും. ഫയഖൂലു യാ റബ്ബി, എൻ്റെ റബ്ബേ, ദക്കറുൻ അം ഉൻസാ, ഈ 40ാമത്തെ ഈ കുട്ടി ഉണ്ടല്ലോ, 40ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ആ കുട്ടി ആണാണോ പെണ്ണാണോ? ഫയഖ്ലി റബ്ബുക മാ യശാ, അങ്ങനെ റബ്ബ് എന്ത് ചെയ്യും? ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണായിട്ട് അതിനെന്ത് ചെയ്യും? വിധിക്കും. വയക്തുബുൽ മലക്, അങ്ങനെ മലക്ക് രേഖപ്പെടുത്തും. സുമയഖൂൽ, പിന്നെ വീണ്ടും മലക്ക് ചോദിക്കുന്നു, യാ റബ്ബി അജലുഹു, അവൻ്റെ അവധി ഏതുവരെയാകുന്നു? ഫയഖ്ലി റബ്ബുക മാ യശാ, അങ്ങനെ റബ്ബ് ഉദ്ദേശിക്കുന്ന ആ ആയുസ് വരെ എന്ത് ചെയ്യും? റബ്ബ് വിധിക്കും. ആ മലക്ക് അങ്ങനെ അത് എഴുതും. പിന്നെ വീണ്ടും ചോദിക്കും, സുമ്മ യഖൂലു യാ റബ്ബി റിസ്ഖുഹു ഫയഖ്ലി റബ്ബുക മാ യശാ, അവൻ്റെ റിസ്ക് എങ്ങനെയാണ്, ആ റിസ്ക് എപ്രകാരമാണെന്ന് അല്ലാഹു വിധിക്കും, അത് രേഖപ്പെടുത്തും. അങ്ങനെ ഫയഖുദുൽ മലകു ബിസ്സഹീഫതി ഫീ യദി, അങ്ങനെ മലക്ക് എന്ത് ചെയ്യും? ആ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖ തൻ്റെ കയ്യിലെടുക്കും. ഫലാ യുസാദു ഫീ അംരി വലാ യുൻഖസ്, പിന്നെ ആ രേഖയിൽ ഒന്നും കൂട്ടുകയോ ഒന്നും കുറക്കുകയോ ചെയ്യുകയില്ല. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ. അപ്പോൾ നമ്മൾ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല. അല്ലാഹു തആല അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എപ്പോൾ? നമ്മുടെ മാതാവിൻ്റെ ഉദര ഭാഗത്ത് നമ്മൾ ഉള്ള ഘട്ടത്തിൽ തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹദീസ്, സുദീർഘമായൊരു ഹദീസിൻ്റെ പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. അതായത് എന്താ പറയുന്നത് അറിയങ്ങൾ? ഖുദ്സിയായ ഹദീസാണ്. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ റവാ അനില്ലാഹി തബാറക വ തആല അന്നഹു ഖാല യാ ഇബാദി. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഞാൻ വായിക്കാം. എന്താ പറയുന്നത് അറിയങ്ങൾ? യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതുൽ ദുൽമ അലാ നഫ്സി, ഞാൻ എൻ്റെ മേൽ ദുൽമ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ല പറയാണെന്ത്? ഞാൻ എൻ്റെ മേൽ ദുൽമ നിഷിദ്ധമാക്കിയിട്ടുണ്ടെന്ന്. അള്ളാഹു ഒരാളെയും ആക്രമിക്കൂല. പക്ഷെ നമുക്കൊന്ന് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ, കാലിലൊരു കല്ല് തട്ടിയാൽ, ഒരു മുള്ള് തട്ടിയാൽ നമുക്ക് തോന്നും അല്ല എന്തെന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് തോന്നും. പക്ഷേ അള്ളാഹു നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കൂല. അള്ളാഹു നമ്മെ എന്ത് ചെയ്യൂല?
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ദുൽമ കാണിക്കുകയില്ല. എന്നിട്ട് പറയാ വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾ പരസ്പരം ദുൽമ കാണിക്കാനും പാടുള്ളതല്ല, അത് ഹറാമാണ്. എന്നിട്ടോ ഫലാ തലാലമു യാ ഇബാദി, നിങ്ങൾ പരസ്പരം അങ്ങനെ ആക്രമിക്കരുത്. കുല്ലുക്കും ലാലുൻ ഇല്ലാ മൻ ഹദൈതുഹു, എല്ലാവരും വഴികേടിലാണ്, ഞാൻ നേർമാർഗത്തിലാക്കിയവരൊഴികെ, ഞാൻ ഹിദായത്ത് കൊടുത്തവരൊഴികെ. ഫസ്തഹ്ദൂനി അഹ്ദിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നോട് ഹിദായത്തിന് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തരും. അങ്ങനെ പറഞ്ഞിട്ട് പറയാ എന്ത്, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ജായിഉൻ, നിങ്ങളെല്ലാവരും വിശപ്പുള്ളവരാണ്, നിങ്ങൾ വിശപ്പുള്ളവരാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം വേണോ, ഫസ്തത്ഇമൂനി അത്ഇമുക്കും, നിങ്ങൾ എന്നോട് ഭക്ഷണം തേടൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു, നിങ്ങളെല്ലാവരും നഗ്നരാണ്, നിങ്ങൾക്ക് ഡ്രസ്സില്ല, അതുകൊണ്ട് ഇല്ലാ മൻ കസൗതുഹു, ഞാൻ ഡ്രസ്സ് നൽകിയവരൊഴികെ. അതുകൊണ്ട് ഫസ്തക്സൂനി അക്സുക്കും, നിങ്ങൾ എന്നോട് ഡ്രസ്സ് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം. ഇതാണ് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് നിങ്ങൾക്ക് ഭക്ഷണം വേണോ, റിസ്ക് വേണോ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ തരാമെന്ന് പറയാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നല്ലാതെ നമുക്കൊന്നും ലഭിക്കാനില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഓരോ കാര്യം പറയുന്നുണ്ട്. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, എല്ലാ പാപങ്ങളും ഞാനാണ് പൊറുക്കുന്നവൻ. അതുകൊണ്ട് നിങ്ങൾ ഫസ്തഗ്ഫിറൂനി, എന്നോട് ഇസ്തിഗ്ഫാറിനെ തേടുക, അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകും, ജോലി സംബന്ധമായ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും, മറ്റ് പരീക്ഷണങ്ങളുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, നിശ്ചയം അല്ലാഹു ഹുവർ റസ്സാഖ്, അവനാണ് റിസ്ക് നൽകുന്നവൻ, വേറൊരു ശക്തിയുമില്ല, വേറൊരു ശക്തിയുമില്ല. പ്രിയമുള്ളവരെ, ഒരു മഹാത്മാവിനും നമുക്ക് റിസ്ക് നൽകാൻ കഴിയില്ല, അള്ളാഹുവിന് മാത്രമാണ്. ഹുവ ദുൽ ഖുവ്വത്തിൽ മതീൻ, അവനാണ് ശക്തിയുള്ളവൻ. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത രൂപത്തിൽ ആ കാര്യം പറയുകയാണ്. എന്നിട്ട് പറയുന്നു, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്താ, നമ്മൾ ഹറാമിൻ്റെ മാർഗത്തിലൂടെ ആ റിസ്ക് തേടാൻ ഒരിക്കലും പാടുള്ളതല്ല, ഹലാലായ മാർഗത്തിലൂടെ. എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകൂ, അല്ലെങ്കിൽ അല്ലാഹു തആല അതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കുമെന്ന് ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ആവശ്യമായ റിസ്ക്, സൗഭാഗ്യം എല്ലാം പടച്ച തമ്പുരാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈമാനോടുകൂടെ മരണപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഖബറിൻ്റെയും നരകത്തിൻ്റെയും അദാബിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.